ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ട്രയൽ ബാലൻസ് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും തന്നിരുന്നു. ആ ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി. ഇനി ബാലൻസ് ഷീറ്റാണ് അതിൽ തയ്യാറാക്കാനുള്ളത്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഒന്നുകൂടെ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളം നോക്കുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് നമുക്ക് എഴുതാൻ കഴിയും. അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ നോക്കണം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എഴുതുമ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളവും അഡ്ജസ്റ്റ്മെൻറ്റും നോക്കിയാൽ മതി. അത് തെറ്റില്ല. എല്ലാ എക്സ്പെൻസുകളും ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ കാണും. കൂടാതെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണും, ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലും കാണും. ഇനി ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ സെയിൽസ് കാണും, ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണും. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളം പരിശോധിച്ചുകൊണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എഴുതുകയും ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളം പരിശോധിച്ചുകൊണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എഴുതുകയും ചെയ്യും. ആ ബാലൻസ് ഷീറ്റിന് എങ്ങനെ എഴുതും? ബാക്കി പത്രം നമ്മളെല്ലാ ക്വസ്റ്റ്യനും ടിക്ക് ചെയ്ത് പോയി. അതായത് ട്രയൽ ബാലൻസിലുള്ള എഴുതിയ ഐറ്റങ്ങളെല്ലാം ടിക്ക് ചെയ്തു, അഡ്ജസ്റ്റ്മെൻ്റ് ഇതെല്ലാം ടിക്ക് ചെയ്തു. അപ്പോൾ ഇനി എങ്ങനെ ബാലൻസ് ഷീറ്റ് എഴുതാൻ പറ്റും? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരച്ചിട്ടുണ്ട്, അക്കൗണ്ട് അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് prepared on a particular date to show the assets and liabilities. അസറ്റുകളും ലൈബിലിറ്റീസും മാത്രം എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്ന അതേ ദിവസം തന്നെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നു. ബാലൻസ് ഷീറ്റ് എന്തിനു വേണ്ടി തയ്യാറാക്കുന്നു? prepared to know the financial position of the business. Balance sheet is prepared to know the financial position of the business. സാമ്പത്തിക സ്ഥിതി അറിയുന്നതിന് വേണ്ടിയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പൊസിഷൻ അറിയുവാൻ വേണ്ടി എന്തുമാത്രം ബാധ്യതകൾ, എന്തുമാത്രം അസറ്റുകൾ, ആസ്തികൾ നമ്മുടെ സ്ഥാപനത്തിനുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ബാക്കി പത്രം എന്ന് മലയാളത്തിൽ പറയുന്നു. ആ ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കും? ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് എമൗണ്ട് കോളവും അഡ്ജസ്റ്റ്മെൻറ്റും നോക്കി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എഴുതുകയും ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളം നോക്കി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എഴുതുകയും ചെയ്തതുപോലെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് എഴുതുവാൻ വേണ്ടി ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും അഡ്ജസ്റ്റ്മെൻറ്റും നോക്കുക. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും അഡ്ജസ്റ്റ്മെൻറ്റും നോക്കുക. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എല്ലാ അസറ്റുകളും കാണും. കൂടാതെ ശേഷിക്കുന്ന ഏതെങ്കിലും അസറ്റുകൾ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബാലൻസ് ഷീറ്റ് വരച്ചിട്ടിട്ടുണ്ട്. നമുക്ക് അസറ്റ് സൈഡ് ആദ്യം രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് പരിശോധിക്കുന്നു. ടിക്ക് ചെയ്യാത്ത ഐറ്റം ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ഏതുണ്ട് നോക്കാം. ഡെറ്റേഴ്സ് ഉണ്ട്. അതുപോലെ അടുത്ത ടിക്ക് ചെയ്യാത്ത ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. അടുത്തതുണ്ട് ഫർണിച്ചർ ഉണ്ട്. അടുത്തതുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റങ്ങൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ടിക്ക് ചെയ്യാതെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എഴുതിയിട്ടില്ല. അതെല്ലാം അസറ്റുകളാണ്. ഈ അസറ്റുകൾ എഴുതുമ്പോൾ രണ്ട് രീതിയുണ്ട്. നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ മാർഷലിംഗ് എന്ന് പറയും. അതായത് രണ്ട് രീതിയിൽ അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും രണ്ട് രീതിയിലാണ് എഴുതാൻ ഉള്ളത്. അത് ഏതെങ്കിലും ഒരു രീതി മാത്രം നമുക്ക് പഠിച്ചാൽ മതി. രണ്ട് രീതിയും പഠിക്കേണ്ട ആവശ്യം ഇല്ല. അതിനെ ലിക്വിഡിറ്റി ഓർഡർ എന്നും പെർമനൻസ് ഓർഡർ എന്നും പറയുന്നു. ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റുകൾ ആദ്യം എഴുതി വരും.
അവസാനം കൊണ്ട് ഇൻറ്റാഞ്ചിബിൾ അസറ്റിൽ നിർത്തും. ലിക്വിഡ് അസറ്റുകൾ ആദ്യമായിട്ട് എഴുതുകയും അവസാനം ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഉണ്ട് അതിൽ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു അസറ്റ് സൈഡ്. അതുപോലെ ലൈബിലിറ്റി സൈഡ് എഴുതുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ലൈബിലിറ്റികൾ ആദ്യം എഴുതും, ഏറ്റവും അവസാനം ക്യാപിറ്റൽ എഴുതുന്നു. ഇതിനെ ലിക്വിഡിറ്റി ഓർഡർ എന്നാണ് പറയുന്നത്. അടുത്ത ഓർഡർ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. പെർമനൻസ് എന്ന് പറയും. അസറ്റ് സൈഡ് എഴുതുമ്പോൾ ആദ്യം ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഉണ്ടെങ്കിൽ ഗുഡ് വില്ലോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം എഴുതും, പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതും, ഫർണിച്ചർ എഴുതും, മെഷീനറി എഴുതും. അങ്ങനെ എഴുതി അവസാനം ക്യാഷ് ഇൻ ഹാൻഡിൽ കൊണ്ടുവന്ന് നിർത്തും. ലൈബിലിറ്റി സൈഡ് എഴുതുമ്പോൾ ആദ്യം ക്യാപിറ്റൽ രേഖപ്പെടുത്തും. അതിനുശേഷം നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ അത്, അതിനുശേഷം സൺട്രി ക്രെഡിറ്റേഴ്സ്, അതിനുശേഷം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതിനുശേഷം ബിൽസ് പേയബിൾ, അങ്ങനെ എഴുതും. അതിനാണ് പെർമനൻസ് ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ഒരു ഏകാംഗ വ്യാപാരിയുടെ, ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ സോൾ ട്രേഡർ ഫൈനൽ അക്കൗണ്ട് സാധാരണ എഴുതുന്നത് ലിക്വിഡിറ്റി ഓർഡറിലാണ്. അല്ലാതെ എഴുതിയാലും നിങ്ങൾ തിരിച്ചാണ് എഴുതിയാലും നിങ്ങൾക്ക് മാർക്കൊന്നും കുറയില്ല. എഴുതിയത് ശരിയാണെങ്കിൽ നിങ്ങൾ പെർമനൻസ് ഓർഡറിലാണ് നിങ്ങൾ എഴുതിയത്, ബാലൻസ് ഷീറ്റ് എഴുതിയെന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് പോലും കുറയ്ക്കില്ല. ഏതെങ്കിലും ഓർഡറിൽ എഴുതാൻ സാധാരണ നിങ്ങൾക്ക് പറയാറുമില്ല. അതുകൊണ്ട് നമുക്കൊരു ഓർഡർ മാത്രം പഠിച്ചു വയ്ക്കാം. ലിക്വിഡിറ്റി ഓർഡറിൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുവാൻ പഠിക്കാം. അപ്പോൾ അസറ്റ് സൈഡ് ആദ്യം എഴുതുന്നു. ഏറ്റവും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിവുള്ള അസറ്റുകളാണ് ആദ്യമായി രേഖപ്പെടുത്തുന്നത്. ഇതിൽ നോക്കാം നമുക്ക്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് ടിക്ക് ചെയ്യുക. അസറ്റ് സൈഡിന് ക്യാഷ് ഇൻ ഹാൻഡ് എഴുതുക. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എത്രയുണ്ട്? 1,12,900. 1,12,900 എഴുതി. ക്യാഷ് ഇൻ ഹാൻഡ് 1,12,900. അടുത്ത് നോക്കാം. അടുത്ത ഫർണിച്ചർ ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ഇത് എവിടെയുള്ളത്? ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കൊടുത്തിട്ടുള്ള അസറ്റുകൾ. ഫർണിച്ചർ ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. അവ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ അർജന്റായിട്ട് നമുക്ക് ക്യാഷ് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ക്യാഷ് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, ക്യാഷാക്കി മാറ്റാൻ കഴിവുള്ള അസറ്റാണ് എഴുതേണ്ടത്. അപ്പൊ അടുത്ത ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് നമുക്ക് പണം തരേണ്ട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പണം തരേണ്ട വ്യക്തികൾ, അവരിൽ നിന്ന് നമുക്ക് ക്യാഷ് കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ അടുത്ത എഴുതേണ്ടത് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് ട്രയൽ ബാലൻസ് ടിക്ക് ചെയ്യുക, അതെടുത്ത് എഴുതുക. ഡെറ്റേഴ്സ് 80,000 എഴുതി. 80,000 എഴുതി. ഡെറ്റേഴ്സ് എഴുതി. അടുത്തത് ഞാൻ പറഞ്ഞു ഫർണിച്ചർ ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. അതിനു മുമ്പായിട്ട് ഫർണിച്ചറും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഐറ്റം ക്ലോസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റിലുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ ക്ലോസ് സ്റ്റോക്ക് ഒരു ടിക്ക് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ പ്രധാനപ്പെട്ടത്. അഡ്ജസ്റ്റ്മെന്റിലെ ഐറ്റങ്ങളെല്ലാം ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ 2 സ്ഥലത്ത് രേഖപ്പെടുത്തും. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും രേഖപ്പെടുത്തും, ഇല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തും, ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തും. 2 സ്ഥലത്ത് രേഖപ്പെടുത്തണം. എന്തിനു വേണ്ടി 2 സ്ഥലത്ത് രേഖപ്പെടുത്തുന്നു? അക്കൗണ്ടിങ്ങിന്റെ ബേസ് തന്നെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു ട്രാൻസാക്ഷനും ഏതൊരു വ്യാപാര ഇടപാടുകൾക്കും 2 വശങ്ങളുണ്ട്, 2 ആസ്പെക്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെ ഡബിൾ എൻട്രി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റങ്ങൾക്ക് ഡബിൾ എൻട്രി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു എൻട്രി എഴുതിയതല്ല, അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഡബിൾ എൻട്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 സ്ഥലത്ത് ഫൈനൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുമ്പോൾ ആ ഐറ്റത്തിന്റെ ഡബിൾ എൻട്രി കംപ്ലീറ്റ് ആകുന്നു. അതിനുവേണ്ടി 2 സ്ഥലത്ത് രേഖപ്പെടുത്തണം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒരു ടിക്ക് കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്ത് രേഖപ്പെടുത്തുന്ന ഉറപ്പുവരുത്തുവാൻ വേണ്ടി. അപ്പോൾ അത് ടിക്ക് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞു.
ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 20,000. ഡബിൾ ടിക്കായി. അപ്പോൾ രണ്ട് സ്ഥലം അത് ഡബിൾ ടിക്കാണ്. അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഡബിൾ ടിക്ക് വന്നാലേ പൂർണ്ണമായി എഴുതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അടുത്ത എന്താണ്? അടുത്തത് ഫർണിച്ചറിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും കിടക്കുന്നു. അതിനു മുമ്പായിട്ട് അത് എഴുതുന്നതിന് മുമ്പായിട്ട് അത് ഫിക്സഡ് അസറ്റുകളാണ്, മറ്റുമെല്ലാം കറണ്ട് അസറ്റുകളാണ്. നമ്മൾ എഴുതിയിരിക്കുന്നതെല്ലാം കറണ്ട് അസറ്റ്, ഏറ്റവും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതിനു മുമ്പായിട്ട് ഇനി വേറെ ഏതെങ്കിലും ഐറ്റം അഡ്ജസ്റ്റ്മെന്റിൽ അസറ്റായിട്ട് വരുമോ എന്ന് നോക്കാം. വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, വേജസ് കുടിശ്ശികയാണ്. നമ്മൾ വേജസ് കൊടുക്കുവാനുണ്ട്, കൂലി കൊടുക്കുവാനുണ്ട്. അതൊരിക്കലും നമുക്ക് അസറ്റ് ആവുകയില്ല, ലൈബിലിറ്റി ആവുകയുള്ളൂ. അടുത്ത കമ്മീഷൻ റിസീവബിൾ, കമ്മീഷൻ അക്രൂഡ്, കമ്മീഷൻ കിട്ടിയിട്ടില്ല, അക്രൂഡ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കമ്മീഷൻ എന്ന് പറയുന്നത് നോക്കുക, നമുക്ക് ട്രയൽ ബാലൻസിൽ നോക്കണം. കമ്മീഷൻ ചെലവായിട്ട് തന്നിരിക്കുന്നോ വരവായിട്ട് തന്നിരിക്കുന്നോ എന്ന് ആദ്യം നോക്കണം. ഉണ്ടല്ലേ? കമ്മീഷൻ റിസീവ്ഡ് ആണ് ട്രയൽ ബാലൻസിൽ 8,000 രൂപ. അതിൽ എത്ര രൂപയുടെ കുടിശ്ശികയുണ്ട്? 400 രൂപ കൂടി നമുക്ക് ലഭിക്കുവാനുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റിൽ അതായത് 400 രൂപ കൂടി നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കുവാനുണ്ട്. 400 രൂപ കൂടി കമ്മീഷനായിട്ട് ലഭിക്കുവാനുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ആ കിട്ടുവാനുള്ള തുക അത് വരവാണ്. കിട്ടുവാനുള്ള തുക നമുക്കെന്താണ്? അസറ്റ് ആയിരിക്കും. ഇതെല്ലാം എന്താ ഈ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് എല്ലാം എഴുതി തരും. ഒന്നുകൂടെ മലയാളത്തിൽ എഴുതി വെച്ചേക്കണം, അത് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ പിന്നെ പാടില്ല, അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് എഴുതുവാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്താണ്? കമ്മീഷൻ കിട്ടുവാനുണ്ട്, അത് നമുക്ക് അസറ്റാണ്. ഒരു ഇൻകം കിട്ടുവാനുണ്ടെങ്കിൽ അസറ്റായിട്ട് പരിഗണിക്കണം. കമ്മീഷൻ റിസീവബിളിൽ ഒരു ടിപ്പ് കൂടെ കൊടുക്കുക. അപ്പോൾ അതും രണ്ട് സ്ഥലത്ത് രേഖപ്പെടുത്തി. കമ്മീഷൻ റിസീവബിൾ, കമ്മീഷൻ റിസീവബിൾ. കമ്മീഷൻ റിസീവബിൾ. ഇനി നോക്കാം അഡ്ജസ്റ്റ്മെന്റിൽ. ഇൻഷുറൻസ് പ്രീപെയ്ഡ് അല്ലെങ്കിൽ അൺഎക്സ്പെയ്ഡ്. പ്രീപെയ്ഡ് ആണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സ്പെൻസ് ആണ് ട്രയൽ ബാലൻസിൽ. ആ എക്സ്പെൻസ് പ്രീപെയ്ഡ് ആയിട്ട് നടത്തിയെന്ന് പറഞ്ഞാൽ മുമ്പേ നടത്തിയെന്ന് ചെലവ് മുമ്പേ നടത്തിയാൽ, സമയമാകുന്നതിന് മുമ്പ് നടത്തിയാൽ, അടുത്ത വർഷത്തെ ചെലവ് ഇപ്പോഴേ നടത്തിയാൽ ആ സമയമാകുന്നത് വരെയും, ആ ചെലവ് നടത്തേണ്ട സമയമാകുന്നത് വരെയും നമ്മുടെ സ്വത്തായിട്ട്, ആസ്തിയായിട്ടാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് അതിലും ഡബിൾ ടിക്ക് കൊടുക്കുക. ഇൻഷുറൻസ് പ്രീപെയ്ഡ് അസറ്റ് ആണ് എഴുതുക. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഡബിൾ ടിക്ക് കൊടുക്കുക. അഡ്ജസ്റ്റ്മെന്റ് 100 രൂപ കൊടുക്കുക. അപ്പോൾ ഇനി അഡ്ജസ്റ്റ്മെന്റിൽ ഒരു വേജസ് ഔട്ട്സ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ, ഡബിൾ ടിക്ക് ഇല്ലാതെ, അതവിടെ കിടക്കട്ടെ. അടുത്ത ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളം നോക്കുക. രണ്ട് അസറ്റുകൾ ഡെബിറ്റിൽ നമ്മൾ ടിക്ക് ചെയ്യാതെ ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഫർണിച്ചറും. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആദ്യം എടുത്തെഴുതല്ലേ, നമ്മൾ ഓർഡറിലല്ലേ എഴുതുന്നത്. അതുകൊണ്ട് ആദ്യം ഫർണിച്ചർ എഴുതുക. ഫർണിച്ചർ ടിക്ക് ചെയ്യുക. ട്രയൽ ബാലൻസിൽ ഫർണിച്ചർ അസറ്റാണ്. ഫർണിച്ചർ ടിക്ക് ചെയ്യുക, എഴുതുക. ഫർണിച്ചർ 3000 എഴുതി. അടുത്ത ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടിക്ക് ചെയ്യുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എടുത്തെഴുതുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 ലക്ഷം. അതെ, അപ്പോൾ അസറ്റ് സൈഡ് ചേർന്നു. അടുത്തത് ലൈബിലിറ്റി സൈഡാണ്, ബാധ്യതയുടെ സൈഡ്. ബാധ്യതയുടെ സൈഡ് എഴുതുമ്പോൾ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളവും അഡ്ജസ്റ്റ്മെന്റും മാത്രം നോക്കുക, വേറെ ഒന്നും നോക്കണ്ട. നോക്കാം, നമുക്ക് ലിക്വിഡിറ്റി ഓർഡറിലായതുകൊണ്ട് ആദ്യം പേയ്മെന്റ് നടത്തേണ്ട, ആദ്യം ബാധ്യത തീർക്കേണ്ടതാ ഉള്ള അസറ്റുകൾ ആദ്യം എഴുതണം. നോക്കാം, ക്രെഡിറ്റേഴ്സ് ടിക്ക് ചെയ്യുക. ക്രെഡിറ്റേഴ്സ് ആദ്യത്തെ ഐറ്റം ക്രെഡിറ്റേഴ്സ് ടിക്ക് ചെയ്യുക.
എടുത്തെഴുതുക. ക്രെഡിറ്റേഴ്സ് 60,000. അടുത്ത നോക്കുക, ലയബിലിറ്റിയിൽ ഇനി അവശേഷിക്കുന്നത് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ ഏറ്റവും അവസാനം ലിക്വിഡിറ്റി ഓർഡറിൽ എഴുതുമ്പോൾ ഏറ്റവും അവസാനം എഴുതുന്ന ഐറ്റമാണ്. അപ്പോൾ ഇനി അഡ്ജസ്റ്റ്മെന്റിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അഡ്ജസ്റ്റ്മെന്റിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് ഉണ്ടല്ലോ, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വേജസ് കൊടുക്കുവാനുണ്ട്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താണത്? ബാധ്യത. അതുകൊണ്ട് അത് ഏത് സൈഡിന് എഴുതാം? ബാധ്യതയുടെ സൈഡിന്, ലൈബിലിറ്റി സൈഡിന് എഴുതണം. അപ്പോൾ ഒരു ടിക്ക് കൂടെ കൊടുക്കുക വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്, എന്നിട്ട് അതെടുത്ത് എഴുതുക. വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 500. ഇനി ഒരേ ഒരു ഐറ്റമേ ഉള്ളു. ഏത് ഐറ്റം? ക്യാപിറ്റൽ. ലാസ്റ്റ് ഐറ്റം എഴുതുക. ക്യാപിറ്റൽ. ക്യാപിറ്റൽ ടിക്ക് ചെയ്യുക, എഴുതുക. ഇന്നർ കോളത്തിൽ എഴുതണം. കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇന്നർ കോളത്തിൽ ആ തുക എഴുതുക. ട്രയൽ ബാലൻസ് 3 ലക്ഷം. ക്യാപിറ്റൽ 3 ലക്ഷം. നോക്ക്, നമ്മുടെ ഒരു ഐറ്റം കണ്ടു. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടീഷൻ, സാമ്പത്തികമായ സ്ഥിതി, സാമ്പത്തികത്തിന്റെ സ്ഥിതി അറിയുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ക്യാപിറ്റൽ ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ക്യാപിറ്റലിന് എന്ത് സംഭവിക്കുന്നു? വർധന ഉണ്ടാകുന്നു, മൂലധനം വർദ്ധിക്കുന്നു. ക്യാപിറ്റൽ അതായത് നെറ്റ് ലോസ് ആണ് ഉണ്ടാവുകയെങ്കിൽ ക്യാപിറ്റൽ കുറയുന്നു. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് ഉണ്ടായത്, അതുകൊണ്ട് ക്യാപിറ്റൽ കൂടുന്നു. അതിനോടൊപ്പം കൂട്ടുക, ആഡ് നെറ്റ് പ്രോഫിറ്റ്. ആഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയത്? നമുക്ക് 82,900. 82,900. 3,82,900. ഇനി 2 എമൗണ്ടുകളും കൂട്ടും. ഒരേ ലെവലിന് വരിയിടുക. അപ്പോൾ എത്ര കിട്ടുമെന്ന് 4,43,400. 4,43,400 കൂട്ടി നോക്കണം. 4,43,400. ബാലൻസ് ഷീറ്റ് പൂർണ്ണമായി ഫൈനൽ അക്കൗണ്ട് അവസാനിച്ചു. ബാലൻസ് ഷീറ്റ് പൂർണ്ണമായി ഫൈനൽ അക്കൗണ്ട് അവസാനിച്ചു.